ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ബോക്സ് പ്ലേറ്റഡ് ബേബി ഫ്രോക്ക് കട്ടിങ് ആൻഡ് സ്റ്റിച്ചിങ് വീഡിയോയുമായിട്ടാണ്. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യൂ. അതോടൊപ്പം തന്നെ ബെല്ലൈക്കൺ എനേബിൾ ചെയ്തിട്ട് അതിൽ ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. എങ്കിൽ ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഞാനിവിടെ 1/2 മീറ്റർ ബ്ലാക്ക് കളർ ഫാബ്രിക്കും 3/4 മീറ്റർ ഈ ചെക്സ് വരുന്ന ഫാബ്രിക്കുമാണ് എടുത്തിട്ടുള്ളത്. ഒരു 5 വയസ്സായ കുട്ടിക്ക് പറ്റിയ മെഷർമെൻ്റാണ് ഇവിടെ കാണിക്കുന്നത്. ആദ്യം തന്നെ നമുക്ക് യോക്കാണ് മാർക്ക് ചെയ്തെടുക്കേണ്ടത്. ഇപ്പോൾ യോക്ക് മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഫാബ്രിക്ക് ആദ്യം നീളത്തിലും പിന്നെ വീതിയിലും 4ആയിട്ട് ഫോൾഡ് ചെയ്തെടുക്കണം. ഇനി നമുക്ക് ലെങ്ത്ത് മാർക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് എത്രയാണോ ലെങ്ത്ത് വേണ്ടതെന്ന് വെച്ചാൽ അതിൻ്റെ കൂടെ 1 ഇഞ്ച് സീം അലവൻസ് ആഡ് ചെയ്തിട്ട് മാർക്ക് ചെയ്യുക. ഞാനിവിടെ 10 ഇഞ്ച് ലെങ്ത്താണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. നെക്കിൻ്റെ വിഡ്ത്ത് നമ്മൾ 2.25 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഷോൾഡർ നമ്മൾ 2 ഇഞ്ചിൻ്റെ കൂടെ 1/2 ഇഞ്ച് സീം അലവൻസ് ആഡ് ചെയ്തിട്ട് 2.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക. ദെൻ ആം ഹോള് 4.5 ഇഞ്ചിൻ്റെ കൂടെ 1/2 ഇഞ്ച് സീം അലവൻസ് ആഡ് ചെയ്തിട്ട് 5 ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്തിട്ട് എന്നിട്ട് അത് സ്ട്രൈറ്റ് ആയിട്ട് ഒരു ലൈൻ വരച്ച് കൊടുക്കുക. അതിനുശേഷം ഷോൾഡർ മാർക്ക് ചെയ്താൽ തൊട്ട് താഴെ ചെസ്റ്റ് മാർക്ക് ചെയ്യുക. ചെസ്റ്റ് 6 ഇഞ്ചാണ്. അതിൻ്റെ കൂടെ 1 ഇഞ്ച് സീം അലവൻസ് ആഡ് ചെയ്ത് 7 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഇതൊരു ബോക്സ് പോലെ ഇതേപോലെ വരച്ച് കൊടുക്കുക. നെക്സ്റ്റ് നമ്മൾ വേസ്റ്റ് 6.5 ഇഞ്ചിൻ്റെ കൂടെ 1 ഇഞ്ച് സീം അലവൻസ് ആഡ് ചെയ്തിട്ട് 7.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തു. അതിനുശേഷം ഈ ഒരു ഭാഗത്ത് 1 ഇഞ്ച് ക്രോസ് ചെയ്ത് മേലോട്ട് മാർക്ക് ചെയ്തതിന് ശേഷം ഇതേപോലെ ഒന്ന് ചെരിച്ച് ക്രോസായി വരച്ച് കൊടുക്കുക. കൈക്കുഴിയും അതേപോലെ തന്നെ നമ്മൾ 1.5 ഇഞ്ച് പോയിൻ്റ് മേലെ മാർക്ക് ചെയ്തിട്ട് ഇതേപോലെ ക്രോസായി ഒരു കേർവ് ഷേപ്പ് വരച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് ആ മാർക്ക് ചെയ്ത് വെച്ച ലൈനിലൂടെ ഇത് കട്ട് ചെയ്തെടുക്കാം. നെക്സ്റ്റ് നെക്കിൻ്റെ ലെങ്ത്താണ് മാർക്ക് ചെയ്യാനുള്ളത്. അപ്പോൾ ഫ്രണ്ട് നെക്ക് വരുന്നത് 3 ഇഞ്ചാണ്. അപ്പോൾ അതിൻ്റെ കൂടെ 1/2 ഇഞ്ച് സീം അലവൻസ് ആഡ് ചെയ്തിട്ട് 3.5 ഇഞ്ച് ഇതേപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുക. അത് ബാക്ക് നെക്ക് നമ്മളിവിടെ 2 ഇഞ്ചിൻ്റെ കൂടെ 1/2 ഇഞ്ച് ആഡ് ചെയ്തിട്ട് 2.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക. അത് എന്നിട്ട് ഇതേപോലെ ഒരു ബോക്സ് പോലെ വരച്ച് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ ഉള്ളിലൂടെ ഇതേപോലെ തന്നെ ഒരു കർവ് ഷേപ്പ് നമുക്ക് കൊടുക്കാം. ദെൻ ഇനി നമുക്ക് ഫസ്റ്റ് ബാക്ക് നെക്കാണ് നമ്മളിവിടെ കട്ട് ചെയ്തെടുക്കുന്നത്. അതിനുശേഷം ഷോൾഡർ നമ്മൾ കട്ട് ചെയ്ത് സെപ്പറേറ്റ് ചെയ്തതിന് ശേഷം ബാക്കത്തെ പീസ് മാറ്റി വെച്ചിട്ട് നമുക്ക് ഫ്രണ്ട് നെക്ക് സെയിം ലെവലിൽ തന്നെ കട്ട് ചെയ്തെടുക്കാം. ഇനി നമ്മൾ ബാക്ക് സൈഡിൽ ഹുക്ക് വെക്കാൻ വേണ്ടിയിട്ട് ഒരു 2.5 ഇഞ്ച് ലെങ്ത്ത് ഇതേപോലെ മാർക്ക് ചെയ്തിട്ട് ആ 2.5 ഇഞ്ച് ലെങ്ത്ത് വരെ നീളത്തിലൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്ക് സ്കേർട്ടിൻ്റെ ഭാഗമാണ് കട്ട് ചെയ്തെടുക്കാനുള്ളത്. അപ്പോൾ അതിനു വേണ്ടി ഞാനിവിടെ 12 ഇഞ്ച് ലെങ്ത്തും 44 ഇഞ്ച് വിഡ്ത്തുമുള്ള 2 ഫാബ്രിക്ക് ഇതേപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഫോൾഡ് ചെയ്തിട്ടാട്ടോ 22 ഇഞ്ച് ലെങ്ത്ത് കാണിച്ചത്. പിന്നെ സ്കേർട്ടിന് അടിവശത്ത് ബോർഡർ കൊടുക്കാൻ വേണ്ടിയിട്ട് 4 ഇഞ്ച് ലെങ്ത്തും സെയിം ലെവലിൽ തന്നെ വിഡ്ത്തുള്ള ഒരു ഫാബ്രിക്ക് ഇതേപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ സ്കേർട്ടിൻ്റെ അടിവശത്ത് ജോയിൻ ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. ഇനി നമുക്ക് സ്റ്റിച്ചിങ് ആണ്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഫ്രണ്ട് നെക്കാണ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഞാനിവിടെ ഒരു 8 ഇഞ്ച് നീളവും 8 ഇഞ്ച് വീതിയുമുള്ള ഒരു ഫാബ്രിക്ക് ചെക്ക് കളർ ഫാബ്രിക്ക് ഇവിടെ എടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ ഫ്രണ്ട് വശത്തുള്ള യോക്ക് ഇതേപോലെ സെൻറ്റർ ഫോൾഡ് ചെയ്തതിന് ശേഷം ഈ ഫാബ്രിക്കിൽ ഇതേപോലെ വെച്ചിട്ട് നെക്ക് നമുക്ക് സെയിം ലെവലിലൊന്ന് മാർക്ക് ചെയ്തെടുക്കാം. ഇനി നമ്മൾ നെക്ക് മാർക്ക് ചെയ്ത ഈ ലൈനിൻ്റെ താഴോട്ടേക്ക് 4 ഇഞ്ച് ലെങ്ത്ത് ഇതേപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അത് സ്ട്രൈറ്റ് ആയിട്ടൊരു ലൈൻ കൊടുക്കുക. അതേപോലെ തന്നെ നമ്മൾ ഷോൾഡർ 2 ഇഞ്ച് ഷോൾഡറിൻ്റെ സൈഡിലും 2 ഇഞ്ച് ഒന്ന് മാർക്ക് ചെയ്ത് വിഡ്ത്ത് മാർക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഇതൊരു ബോക്സാക്കി വരച്ചെടുക്കുക. എന്നിട്ട് നമുക്ക് ബാലൻസ് വരുന്ന പീസ് കട്ട് ചെയ്ത് കളയാം. നെക്ക് നമ്മൾ സെയിം ലെവലിൽ തന്നെ കട്ട് ചെയ്തെടുക്കുക. ഇനി ഇത് നമുക്ക് ഫ്രണ്ട് സൈഡിലുള്ള യോക്കുമായിട്ട് അറ്റാച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ ഒരു ഫാബ്രിക്കിൻ്റെ നല്ല വശം
നമ്മുടെ യോക്കിൻ്റെ ചീത്ത വശത്ത് വരത്തക്ക രീതിയിൽ ഇതേപോലെ വെച്ചിട്ട് നമ്മളൊരു 1/4 ഇഞ്ച് തുന്നൽ തുമ്പ് ഇട്ടിട്ട് ആ നെക്ക് അതേ ഷേപ്പിലൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. അതിനുശേഷം നമ്മൾ ഇതേപോലെ ചെറുതായി ഒന്ന് കട്ടിട്ട് കൊടുത്തതിന് ശേഷം ഈ ചെക്ക് ഫാബ്രിക് നമുക്ക് യോക്കിൻ്റെ നല്ല വശത്തേക്ക് മറിച്ചെടുക്കണം. അപ്പം നമ്മൾ ഇതേപോലെ ഇതിൻ്റെ നല്ല വശത്തേക്ക് ഇത് മറിച്ചെടുക്കുക. നല്ല വശത്തേക്ക് മറിച്ചെടുത്തതിന് ശേഷം നമുക്ക് നെക്കിൻ്റെ എഡ്ജിലൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഇതിൻ്റെ ഈ ഒരറ്റത്തു കൂടെ ഇതേപോലെ ഈ ഫാബ്രിക് ഇതേപോലെ ചെറുതായിട്ടൊന്ന് ഫോൾഡ് ചെയ്ത് വെച്ചിട്ട് ഈ 3 വശത്തു കൂടി നമ്മളിവിടെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ബാക്ക് നെക്ക് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി ഞാനിവിടെ 3 ഇഞ്ച് വീതിയും 4 ഇഞ്ച് നീളവുമുള്ള ഒരു ഫാബ്രിക് ഇതേപോലെ 3 സൈഡും ചെറുതായി മടക്കി തയ്ച്ചെടുത്തിട്ടുണ്ട്. ഇനി ഈ പീസ് സെൻറ്റർ ഫോൾഡ് ചെയ്തതിന് ശേഷം നമ്മൾ ബാക്ക് ഓപ്പണിൻ്റെ ലെങ്ത്ത് ഒന്ന് ഇതിൽ മാർക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് സെൻറ്ററിലൂടെ നമുക്ക് ആ ഒരു ലെങ്ത്ത് മാർക്ക് ചെയ്ത വരെ ഈ ഫാബ്രിക് ഒന്ന് കട്ട് ചെയ്തെടുക്കുക. അതിനുശേഷം യോക്കിൻ്റെ നല്ല വശത്ത് ഈ ഒരു പീസിൻ്റെ നല്ല വശം വരത്തക്ക രീതിയിൽ ഇതേപോലെ വെച്ചിട്ട് നമുക്ക് ആ ഒരു വി ഷേപ്പിൽ കറക്റ്റായിട്ട് അതിനെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. അതിനുശേഷം നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഇതിൻ്റെ തയ്യൽ തുമ്പ് ഒന്ന് വെട്ടിട്ട് കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഇതിൻ്റെ ചീത്ത വശത്തേക്ക് ഈ ഒരു പീസ് മറിച്ചെടുക്കണം. എന്നിട്ട് ഇതിൻ്റെ എഡ്ജിലൂടെ നമുക്ക് ഒന്നുകൂടെ പ്രസ് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. നമുക്ക് ഫ്രണ്ട് യോക്കും ബാക്ക് യോക്കും തമ്മിൽ ഷോൾഡർ ജോയിൻ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതേപോലെ ഒരുമിച്ച് വെച്ച് നല്ല വശം ഒരുമിച്ച് വെച്ചിട്ട് നമുക്ക് ഒരു 1/2 ഇഞ്ച് തുന്നൽ തുമ്പ് വിട്ടിട്ട് 2 ഷോൾഡർ ജോയിൻ ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് സ്ലീവ് പൈപ്പിംഗ് കൊടുക്കണം. അപ്പോൾ ഒന്നുകിൽ നമുക്ക് ക്രോസ് പീസ് എടുത്തിട്ട് പൈപ്പിംഗ് കൊടുക്കാം, അല്ലെങ്കിൽ നമ്മൾ ഇതേപോലെ സ്ലീവിൻ്റെ സെയിം മെഷർമെൻറ്റ് ഫാബ്രിക്കിൽ മാർക്ക് ചെയ്തിട്ട് 1 ഇഞ്ച് വീതിയിൽ ഇതേപോലെ 2 ലൈൻസ് നമ്മൾ മാർക്ക് ചെയ്യുക. എന്നിട്ട് അതൊന്ന് കട്ട് ചെയ്തെടുക്കുക. ഈ ഒരു ക്രോസ് പീസ് നമ്മൾ സ്ലീവിൻ്റെ നല്ല വശത്തേക്ക് വരത്തക്ക രീതിയിൽ ഇതേപോലെ വെച്ചിട്ട് നല്ല വശം തമ്മിൽ ചേർത്ത് വെച്ചിട്ട് ഒരു 1/4 ഇഞ്ച് തുന്നൽ തുമ്പ് ഇട്ടിട്ട് ഇതേപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. അതിനുശേഷം നമ്മൾ തയ്യൽ തുമ്പ് ഇതേപോലെ തന്നെ ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇത് ചീത്ത വശത്തേക്ക് മറിച്ചെടുത്തിട്ട് നമുക്ക് ചെറുതായി ഫോൾഡ് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം. നമ്മളിവിടെ നല്ല വശം വെച്ചിട്ടാണ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമുക്ക് എത്രത്തോളം പൈപ്പിങ് പുറത്തേക്ക് കാണണമെന്ന് വെച്ചാൽ അത്രയും വിഡ്ത്തിൽ നമ്മളിവിടെ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമ്മൾ അടിവശത്തുള്ള ഫാബ്രിക് ഫോൾഡ് ചെയ്തത് കറക്റ്റ് തന്നെയല്ലേ എന്ന് ഇടയ്ക്ക് ചെക്ക് ചെയ്ത് നോക്കുക. എന്നിട്ട് നമ്മൾ ഇതേപോലെ സ്ലീവ് സ്റ്റിച്ച് ചെയ്തെടുക്കുക. അപ്പോൾ ഇതേപോലെ തന്നെ 2 സ്ലീവും നമ്മളിവിടെ സ്റ്റിച്ച് ചെയ്തെടുക്കണം. അപ്പം സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യൂ കേട്ടോ. അതോടൊപ്പം തന്നെ ബെല്ലൈക്കണോട് ഒന്ന് എനേബിൾ ചെയ്യുക. ഇനി സ്കേർട്ടിൻ്റെ ഭാഗമാണ് സ്റ്റിച്ച് ചെയ്തെടുക്കാനുള്ളത്. അപ്പോൾ നമ്മൾ ബോക്സ് പ്ലീറ്റഡ് സ്കേർട്ടാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കുക. അപ്പോൾ അതിന് വേണ്ടി ഞാനിവിടെ ഫാബ്രിക്കിൽ പ്ലീറ്റ്സ് കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ 2 ഇഞ്ച് ഗ്യാപ്പ് ഇട്ടിട്ട് ഇതേപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇത് നമ്മൾ ഫുള്ളായിട്ട് ഇതേപോലെ 2 ഇഞ്ച് ഗ്യാപ്പിൽ മാർക്ക് ചെയ്തതിന് ശേഷം നമ്മൾ പ്ലീറ്റ്സ് ഇങ്ങനെയാണ് കൊടുക്കുന്നത്. ഓക്കെ, ഒരു പ്ലീറ്റ് ഇങ്ങോട്ട് ഫേസ് ടു ഫേസ് വരത്തക്ക രീതിയിൽ ഇതേപോലെ നമ്മൾ പ്ലീറ്റ്സ് കൊടുക്കുക. ആ ഒരു 2 ഇഞ്ചിൽ നമ്മൾ ഇത് വീതിയിലാണ് പ്ലീറ്റ്സ് എടുക്കുന്നത്. അപ്പോൾ എല്ലാ സ്ഥലത്തും ഒരേപോലെ പ്ലീറ്റ്സ് വീതി കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മളിത് ആദ്യം തന്നെ 2 ഇഞ്ച് മാർക്ക് ചെയ്തെടുത്തിട്ടുള്ളത്. ആദ്യം തന്നെ നമ്മൾ സ്കേർട്ടിൻ്റെ അടിവശത്ത് ഈ ബ്ലാക്ക് കളറിലുള്ള പീസ് ജോയിൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഫാബ്രിക്കിൻ്റെ ചീത്ത വശത്ത് വെച്ചിട്ടാണ് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുള്ളത്. അതിനുശേഷം ഇത് നല്ല വശത്തേക്ക് മറിച്ചെടുത്തിട്ട് ഇതേപോലെ ചെറുതായി ഫോൾഡ് ചെയ്ത് വെച്ചിട്ട് നമുക്ക് ഇതിൻ്റെ 2 എഡ്ജിലൂടെയും ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. ഇനി നമുക്ക് പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മളിവിടെ ആദ്യം തന്നെ നമ്മളിവിടെ മാർക്ക് ചെയ്ത് വെച്ച 2 ഇഞ്ച് വിഡ്ത്തിൽ നമ്മൾ മാർക്ക് ചെയ്ത് വെച്ച ഈ ഒരു പോയിൻറ്റിൽ നിന്നും അതിൻ്റെ നെക്സ്റ്റ് മാർക്ക് ചെയ്ത് വെച്ച പോയിൻറ്റിലേക്കാണ് നമ്മളിവിടെ പ്ലീറ്റ്സ് കൊടുക്കുന്നത്.
ഓക്കെ, 2 പ്ലീറ്റ്സ് നമ്മൾ ഫേസ് ടു ഫേസ് ആയിട്ടാണ് കൊടുക്കുന്നത്. അതിന് ശേഷം നെക്സ്റ്റ് മാർക്ക് ചെയ്ത് വെച്ച ആ പോയിന്റിൽ നിന്നും അടുത്ത പോയിന്റിലേക്ക് ഇതേപോലെ നമുക്ക് പ്ലീറ്റ്സ് കൊടുക്കാം. നമുക്ക് എല്ലാ പ്ലീറ്റ്സും ഒരേപോലെ വരുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മളിവിടെ 2 ഇഞ്ച് മാർക്ക് ചെയ്തെടുത്തിട്ടുള്ളത്. ഈ ഒരു രീതിയിൽ നമ്മൾ ഇതിൽ ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക. അതേപോലെ തന്നെ ഇതിൻ്റെ ബാക്ക് സൈഡിലെ പീസ് നമ്മൾ ഇതേപോലെ പ്ലീറ്റ്സ് സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇനി നമുക്ക് ടോപ്പിൻ്റെ ഭാഗവുമായിട്ട് സ്കേർട്ടിൻ്റെ ഭാഗം ജോയിൻ ചെയ്ത് കൊടുക്കുക. അപ്പോൾ 2 ടോപ്പിൻ്റെ സൈഡും സ്കേർട്ടിൻ്റെ സൈഡും നല്ല വശങ്ങൾ തമ്മിൽ ഒരുമിച്ച് വരത്തക്ക രീതിയിൽ വെച്ചതിന് ശേഷം ഒരു 1/2 ഇഞ്ച് തുന്നൽ തുമ്പ് വിട്ടതിന് ശേഷം നമുക്ക് നീളത്തിൽ ഇതേപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. അതേപോലെ തന്നെ നമ്മൾ ബാക്ക് സൈഡത്തെ യോക്കും അതിൻ്റെ സ്കേർട്ട് ഭാഗമായിട്ട് ജോയിൻ ചെയ്തെടുക്കാം. ഇനി നമുക്കിവിടെ സൈഡാണ് ജോയിൻ ചെയ്തെടുക്കാനുള്ളത്. അപ്പോൾ നമ്മൾ സൈഡ് സ്റ്റിച്ച് ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് ഫ്രോക്കിന് ലേസ് വെച്ച് കൊടുക്കണം, സൈഡിൽ ബാക്കിൽ കെട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാനിവിടെ 2 ഇഞ്ച് വീതി 2.5 ഇഞ്ച് വീതിയും 21 ഇഞ്ച് നീളവുമുള്ള 2 പീസ് ഫാബ്രിക് ഇതേപോലെ എടുത്തിട്ടുണ്ട്. ഇനി അത് നമ്മൾ സെൻറ്റർ ഫോൾഡ് ചെയ്തതിന് ശേഷം അതിൻ്റെ എഡ്ജിലൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മൾ ഇതിൻ്റെ അറ്റത്തെത്തുമ്പോൾ ഒന്ന് കോണാക്കിയിട്ട് ഇതേപോലെ ഒരു കോൺ ഷേപ്പിൽ വേണം നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്കിത് ഇതിൻ്റെ നല്ല വശത്തേക്ക് മറിച്ചെടുക്കാം. അപ്പോൾ ഞാനിവിടെ 2 ലേസ് ഇതേപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അത് നമുക്ക് ഫ്രോക്കിൻ്റെ യോക്കിൻ്റെ ഈ ഒരു വശത്ത് നല്ല വശത്ത് വരത്തക്ക രീതിയിൽ ഇതേപോലെ വെച്ചതിന് ശേഷം നമുക്കിതിൻ്റെ സൈഡിലൂടെ 1 ഇഞ്ച് സീം അലവൻസ് വിട്ടതിന് ശേഷം സ്റ്റിച്ച് ചെയ്തെടുക്കാം. സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നമുക്കൊന്ന് പ്ലീറ്റ്സൊക്കെ ഒന്ന് നന്നായിട്ട് അയൺ ചെയ്തെടുക്കണം. ഇപ്പം ഞാനിവിടെ സ്റ്റിച്ചിങ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. 2 സൈഡും നമ്മൾ ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. യോക്കിൽ നമ്മളൊരു ഷോ ബട്ടൺ കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇപ്പം വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എപ്പോഴും പറയുന്ന പോലെ തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അഭിപ്രായങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻസ് ആയിട്ട് അറിയിക്കുക. ഇനി നെക്സ്റ്റ് നല്ലൊരു വീഡിയോയുമായി കാണാം. അതുവരെ ബൈ.